ഇപ്പോൾ നമ്മൾ കാണുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന പത്രപ്രവർത്തക സുജയ പാർവതിയാണ്. അവരുടെ ഭംഗിയുള്ള ഒരു കോസ്റ്റ്യൂമാണ് കാണുന്നത്. അത് നയൻതാരയെക്കാട്ടും ഭംഗിയുണ്ട് എന്നുള്ള ഒരു പോസ്റ്റ് കഴിഞ്ഞിടയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ കോസ്റ്റ്യൂം ധരിക്കാമെങ്കിൽ സൗന്ദര്യം ഒരു വിഷയമല്ല. സൗന്ദര്യം കൊണ്ട് മാത്രം നമുക്ക് മറ്റുള്ളവരെ ആകർഷിക്കാൻ കഴിയില്ല. നമ്മളിട്ടിരിക്കുന്ന വസ്ത്രവും അതിനനുസരിച്ച് ആകർഷകമാവണം എന്നാലേ കാര്യമുള്ളൂ. ഇപ്പോൾ സ്റ്റൈൽ മന്നൻ രജനീകാന്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിനെ കാണാനൊരു ഭംഗിയില്ല. കൽക്കരി പോലെ കറുത്ത ഒരു നടനാണ്, മുടിയൊന്നുമില്ല, കഷണ്ടിയാണ്. പക്ഷേ പുള്ളിക്കാരൻ ഒരുങ്ങി വരുമ്പോൾ പുള്ളിക്കാരന് ഭംഗിയുണ്ട്. ഇതുപോലെ തന്നെ മലയാളം സിനിമയിലെ പല നടിമാർക്കും പറയപ്പെടുന്നത് കാണാനൊരു ഭംഗിയില്ല എന്നുള്ളതാണ്. പക്ഷേ അവർ മേക്കപ്പൊക്കെ ഇട്ട് ഒരുങ്ങി വരുമ്പോൾ അവർ വളരെ ഭംഗിയുള്ളവരായിട്ട് തിരികെയാണ്. കാരണം ഈ പറയുന്ന പോലെയുള്ള ആകർഷണീയതയൊന്നും അവരെ നേരിട്ട് കാണുമ്പോൾ ഇല്ല. ഇന്ത്യയിൽ ഏറ്റവും കാണാൻ ഭംഗിയുള്ള നടിമാരിരിക്കുന്നത് ഹിന്ദി സിനിമയിലാണ്. സൗത്ത് ഇന്ത്യയിൽ ഭംഗിയുള്ളവർ വളരെ കുറവാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പെൺകുട്ടികൾ നല്ല കോസ്റ്റ്യൂമൊക്കെ ധരിക്കുന്നുണ്ട്. പത്രപ്രവർത്തകരുടെ ഇടയിൽ ഭംഗിയുള്ള കോസ്റ്റ്യൂം ധരിക്കുന്നവർ വളരെ കുറവാണ്. അവർ ആങ്കർ ചെയ്യുമ്പോൾ മാത്രം നല്ല ആകർഷകമായിട്ടുള്ള ഡ്രസ്സും ആഭരണങ്ങളൊക്കെ ഇട്ടിട്ട് വരും. അല്ലാത്ത പക്ഷം അവർ സാധാരണക്കാരെ പോലെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ സുജയ പാർവതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ മിക്കവാറും എല്ലായ്പ്പോഴും നല്ലോണം കോസ്റ്റ്യൂം ശ്രദ്ധിക്കുന്ന ഒരു പത്രപ്രവർത്തകയാണ്. അതാണ് അവരുടെ പ്രത്യേകത.